പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്ക് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഒരു കേക്ക് ഡെക്കറേഷനാണ്. അധികാരം കാണാത്ത ഒരു മോഡലുള്ള സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമുക്കൊന്ന് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ഇടയിലൂടെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് നിങ്ങളെപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടോ? എന്തായാലും എനിക്ക് അത്ര പരിചയമില്ല, ഞാൻ അങ്ങനെ കൂടുതലൊന്നും കണ്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ടൊരു ചെയ്തൊരു സംഭവമാണ്. വേറെ കാര്യങ്ങളൊന്നും ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. സിമ്പിളായിട്ട് ഇങ്ങനൊരു തീം മനസ്സിൽ വന്നു. ഞാനതിനൊരു പേര് ഇട്ടു, ജംഗിൾ കേക്ക്. അതിന് മേലെ കാണുന്ന മൃഗങ്ങളെയൊക്കെ നമ്മളെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. മക്കൾക്ക് ചെറിയ പ്രായത്തിൽ കളിക്കാൻ വാങ്ങി കൊടുത്തൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കേക്ക് കഴിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ കളിക്കാനുള്ള സാധനമായി. നമ്മൾ ചില മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കളിക്കാനുള്ള സാധനത്തിനാണല്ലോ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതിനെ കാണാം. വളരെ സിമ്പിളാണ് ചെയ്യുന്നത്, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇനി ഒരുപാട് വരാനുണ്ട്, വെറൈറ്റികളായിട്ടുള്ള. എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇനി ഒരുപാട് വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. ഓക്കെ. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. കാരണം ഓർഡറും കാര്യങ്ങളൊന്നുമില്ല, നല്ല കുറവാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണം. സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ ഒരു 2 കിലോൻ്റെ വാനില കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൽ സൈഡ് ഭാഗം 2 സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരുപാട് വലുപ്പത്തിൽ ചെയ്യാതെ ആ ഒരു ഇതിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് 3 ലെയറാക്കി കട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളതിനൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ 3 ലെയറാക്കി അതിനൊക്കെ ഐസിങ് ഒക്കെ ചെയ്തു, എല്ലാം റെഡിയാക്കി. അത്യാവശ്യം സൈഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് ആ ഒരു രീതിയിൽ, അങ്ങനെ ഓവർ വൃത്തിയാവണമെന്നൊന്നുമില്ല സൈഡൊന്നും. കാരണം ഇത് ആ ഒരു രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാർക്കൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് ആ കേക്കിൻ്റെ രൂപം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാനത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച ഭാഗം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഷേപ്പിലൊന്നുമല്ല, പൊന്തിയും താണും അങ്ങനെയുള്ള ഷേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന് നമുക്കൊന്ന് ക്രീമിനെ കൊണ്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ കൂടി അവിടെ ഇവിടെയൊക്കെ ഇത് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് പല ഷേപ്പിൽ ചെയ്യാം. ഇനി ഒരുപാട് വലിയ കുന്നും മലകളും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് സമയം മെനക്കെട്ടിട്ട് ചെയ്തില്ല. എന്നാലും മെനക്കെട്ടിട്ടില്ല എന്നല്ല, അതായത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെയ്തില്ല. ഒരു സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഐഡിയ തോന്നിയപ്പോൾ അതെങ്ങനെയൊന്ന് ചെയ്തെടുക്കാമെന്നുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. ഐസിങ് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു സംഗതിയാണിത്. ഐസിങ് ഷാർപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്കൊക്കെ വളരെ സിമ്പിളായൊരു തീമാണിത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ ചെറിയൊരു കുന്നും മലയും അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിലേക്ക് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഞാൻ മറ്റൊരു രീതിയിലായിരുന്നു ആലോചിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം, ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള രീതിയിലേക്ക് കടക്കാമെന്നുള്ള രീതിയിൽ എളുപ്പത്തിലുള്ള ഒരു മാർഗം ആണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ക്രീമൊക്കെ എടുത്തിട്ട് ഏകദേശം എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയയിലുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സ്പ്രേ ആണ്, ഒന്നല്ല എല്ലാ കളറും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ എല്ലാ കളറൊന്നുമില്ല, കുറച്ച് പൗഡർ സ്പ്രേ ആണ്. ആദ്യം ഒന്ന് നമ്മൾ കുറച്ച് മഞ്ഞ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിനുശേഷം പച്ച കളറ് ആഡ് ചെയ്യാണ്.
അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ കാണുമ്പോൾ മഞ്ഞയും പച്ചയൊക്കെയാണല്ലോ കൂടുതൽ നമ്മളെ കണ്ണിലേക്ക് ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണ്, മഞ്ഞയും പച്ചയും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ കുറച്ച് വൈറ്റ് കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ ബാലൻസ് വെക്കണം. പിന്നെ കുറച്ച് അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച്, അതായത് നമ്മളെ മണ്ണ് എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പ്രകൃതിയിൽ കാണുന്ന കളറുകൾ അതെല്ലാം ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ചെറുതായിട്ടെല്ലാം ഫുള്ളായിട്ട് കളറായി. അപ്പോൾ ചെറുതായിട്ടൊരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു നൈഫ് എടുത്തിട്ട് അതിൻ്റെ മേലെ നിന്ന് ക്രീമിൻ്റെ മേലയിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുള്ളൊരു സംഗതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊരു ഫീല് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ക്രീമിൻ്റെ അത് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ചെറിയൊരു പൈപ്പിംഗ് ബാഗിലൂടെ അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറിയ നൈഫിനെ കൊണ്ട് ഒന്ന് വലിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ അടിയിൽ നമ്മൾ വൈറ്റ് ക്രീമും ഈ ബ്ലൂ കളറും എല്ലാം കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടും. നമുക്കിതിനെയൊക്കെ ഇനിയും ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്ത് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഞാനിപ്പോൾ കുറച്ചൊന്നൊരു കളറൊന്ന് കൂടി ഒന്ന് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് കളർ ബ്ലാക്ക് ഒരു ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, കുറച്ച്. നമുക്കതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു എന്താ പറയുക, നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് നമുക്ക് ഈ ഒരു സാധനത്തിനെ കൊണ്ടുപോകാൻ പറ്റും. ഞാനത് ഒന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായത് ഇതിലൊരുപാട് സാധ്യതകളുണ്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളർ എടുത്തിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെറിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിരലിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഒറ്റ ഓട്ടത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് മഞ്ഞ കളറൊക്കെ ക്രീം ഇവിടെ നിറച്ച് വെച്ചത് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞ കളറുണ്ട്. അപ്പോൾ അത് അങ്ങനെ പല രീതിയിലായിട്ട് ഇങ്ങനെ കുറച്ച് ചെയ്യുന്നുണ്ട്. മഞ്ഞ കളറ്, പിന്നെ കുറച്ച് വേറെ ഒരു കളറുണ്ട്, ഒരു റെഡ് പോലത്തെ കളറുണ്ട്. അങ്ങനെ കുറേ കളറുകൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് തലേദിവസം ഉണ്ടാക്കിയ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കരാമലായിരുന്നു. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. മൊത്തത്തിൽ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ഒന്ന് സ്പ്രെഡായിട്ടൊക്കെ കാണുമ്പോൾ ഒരു എല്ലാ കളറും ഉണ്ടാകുമ്പോൾ ഒരു കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ചെയ്തെടുത്തു. കുറച്ച് ചെറിയൊരു റെഡ് കളർ പോലെയുള്ള ക്രീം ഉണ്ടായിരുന്നു, അതുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. അതിന് മേലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത കുറച്ച് ടോയ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചെറിയത് ഏകദേശം ഇതിന് മാച്ച് ആവുമെന്ന് തോന്നുന്നു. ഒരുപാട് വലുപ്പമുള്ളത് ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണെങ്കിൽ നല്ല ഉണ്ടാവുമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്. മൊത്തത്തിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കെന്തോ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ട് ചെയ്തത്. കാരണം ആർക്കും ചെറിയ കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് മേക്കേഴ്സിന് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐസിംഗ് ഒക്കെ പ്രശ്നമാവുന്നവർക്ക് വലിയൊരു ഉപകാരമുള്ളൊരു സംഗതിയാണിത്. കാരണം ഒന്നും എഡ്ജോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ കുറച്ച് വൈറ്റോ ഡാർക്കോ ഒക്കെ ചോക്കോ ചിപ്സൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെറുതെ, അങ്ങനെ കൃത്യമായൊരു ഓർഡറൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ ഒരു നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് അല്ലേ? നിങ്ങളെന്താ പറയുന്നത്? കുഴപ്പമില്ലല്ലോ. കുട്ടികൾക്കൊക്കെ ഒരു എന്തായാലും ഒരു ഇഷ്ടമാവുന്ന ഒരു രീതി തന്നെയല്ലേ. നമുക്കിതിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയെടുക്കാം, ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞോ, ഞാൻ ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ചെയ്തില്ല. കാരണം ഓർഡർ കേക്കൊന്നുമല്ല. ഓർഡർ കേക്ക് ആണെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് ഇപ്പം മാക്സിമം നന്നാക്കിയിട്ട് ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കാറ്. അപ്പം ഇതൊരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാണാൻ എനിക്കെന്തോ ഇഷ്ടമായിട്ടുണ്ട്. കാരണം സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പല പരീക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ കാണുന്നതൊക്കെ വളരെ കുറവാണ്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ ഇനിയും നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും വീഡിയോസ് ഇനിയും ഇട്ടുകൊണ്ടേയിരിക്കും. അതെൻ്റെ ഒരു മനസ്സുഖം. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോഴാണ് അതൊന്ന് ഫുള്ളാവുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും
നമ്മളെ വ്യൂവേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടുന്നത് ഇങ്ങനെ കാണുമ്പോൾ അതൊരു മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ മെനക്കെട്ട് ഒരു കേക്ക് ഉണ്ടാക്കി അതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് അതിന് വീഡിയോ എടുത്ത് അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ കുറേ സമയം നെറ്റും ഇതൊക്കെ നോക്കി അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്ന് കാണുമ്പോഴല്ലേ നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ഇതേപോലെയുള്ളൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ തൽക്കാലം ടാറ്റാ ബൈ ബൈ.